ഹലോ, പത്രമാറ്റിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതായാലും നവ്യയും അബിയും ബർത്ത്ഡേ ഫംഗ്ഷന് ഒന്നും പങ്കെടുക്കാതെ നവ്യയുടെ വീട്ടിൽ വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ അവർ റൂമിൽ ഇരിക്കുമ്പോൾ അബി പറയുന്നുണ്ട്, ദേ നിങ്ങൾ രണ്ട് മരുമക്കളും അവിടെ ഇല്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു കുഴപ്പവുമില്ല. അവർക്ക് വേണ്ടത് നിന്റെ അനിയത്തിയും അതുപോലെ ആ ചന്തുമോളയുമാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇനി നമ്മുടെ കുഞ്ഞിൻ്റെ ആഘോഷം വരുമ്പോൾ അവിടെ വെച്ച് വേണ്ട, ഇവിടെ വെച്ച് മതി. അതിൻ്റെ പേരിൽ ഇനി നിന്റെ തറവാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും കുഴപ്പമില്ല, വരുന്നവർ വന്നാൽ മതി എന്ന് നവ്യ പറയുമ്പോൾ അവ പറയുന്നുണ്ട്, അതൊക്കെ നിന്റെ ഇഷ്ടത്തിന് വിടുകയാണ് ഞാൻ. അപ്പോഴേക്കും ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ട് നവ്യ ഫോൺ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അമ്മയാണല്ലോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് നവ്യക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ദേ നോക്കിയേ എന്നും പറഞ്ഞ് അബിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് അബി പറയുന്നുണ്ട്, ഗംഭീരമാണല്ലോ. പിന്നെ നവ്യ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇതൊക്കെ എനിക്ക് അയച്ചു തരുന്നത്? അപ്പോൾ അബി പറയുന്നുണ്ട്, അത് വേറൊന്നിനുമല്ല, നിന്റെ അച്ഛനും അമ്മയും ഇത് കാണട്ടെ. ഇത്രയ്ക്കും ആർഭാടമായിട്ടാ എവിടുന്നോ വന്ന കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതെന്ന് അവരറിയട്ടെ. അതുമാത്രമല്ല, ഇതെല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്നത് നിന്റെ അനിയത്തിയുമാണല്ലോ. നിന്റെ അച്ഛനും അമ്മയും ഇത് കാണണം. എന്നിട്ട് മകളെ തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ. എന്നിട്ട് നവ്യ പിന്നെയും ഫോട്ടോ നോക്കി പറയുന്നുണ്ട്, ഇവൾക്കിത് എന്ത് സന്തോഷമാണ്, എങ്ങനെയാണ് ഇവളിതൊക്കെ സഹിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, സഹിക്കുകയല്ലല്ലോ, നീ പറഞ്ഞതുപോലെ സന്തോഷിക്കുകയല്ലേ, പിന്നെ എന്താ കുഴപ്പം എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാനിത് ചൂടോടെ അച്ഛനെയും അമ്മയെയും കാണിച്ചിട്ട് വരാം. ചെല്ലി എന്ന് പറയുന്നുണ്ട് അബി. അങ്ങനെ നവ്യ അതെടുത്ത് അച്ഛനെയും അമ്മയെയും കാണിക്കാൻ പോകുമ്പോൾ ഒരു വില്ലൻ്റെ ചിരിക്കുന്നുണ്ട് അബി. അങ്ങനെ കനകയും ഗോവിന്ദനും ആ ഫോട്ടോ കണ്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മധുസൂദനൻ ട്രെയിനറുടെ സെൻഡ് ഓഫ് ആണ്. നന്ദുവാണ് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത്. മാത്രമല്ല സ്റ്റേജിൽ കയറി നന്ദു പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറിന് എന്തായിരുന്നു എന്നോട് ഇത്ര വൈരാഗ്യമെന്ന്. അതിന് വ്യക്തമായ ഒരു ഉത്തരമൊന്നും മധുസൂദനൻ പറയുന്നില്ല. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ഏതായാലും ചന്തുമോളുടെ ബർത്ത്ഡേ ആഘോഷമൊന്നും കഴിഞ്ഞിട്ടില്ല. രാത്രി കരിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ട്. കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ആകെ മൊത്തം പ്രകാശമയമായിരിക്കുകയാണ് അനന്തപുരി വീട്. എല്ലാവരുടെ മുഖത്തും വളരെയധികം സന്തോഷമുണ്ട്, 2 പേരൊഴിച്ച്, നമ്മുടെ ജലജയ്ക്കും ജാനകിക്കും. അവർ ഇതൊക്കെ കണ്ട് അതിലൊന്നും പങ്കെടുക്കാതെ എന്നാൽ ഒളിച്ചു നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നിട്ട് ജലജ ജാനകിയോട് പറയുന്നുണ്ട്, ഇതെന്തൊരു സന്തോഷമാണ് ജാനകി. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, പുറത്തുള്ളവരും അവളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇനി കാണിക്കാനുള്ള ശ്രമമായിരിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇത് എല്ലാവരും അറിഞ്ഞിട്ട് ഇവിടെയുള്ളവരൊക്കെ നാണം കെടണം, പ്രത്യേകിച്ച് അച്ഛനും അമ്മയും. അത് കേട്ട് ജാനകി പറയുകയാണ്, അതൊക്കെ നമുക്ക് സാവധാനം നടത്തി കാണിക്കാൻ ജലജയെ. എൻ്റെ മരുമോള് പോയപ്പോൾ തന്നെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ ജലജ പറയുന്നുണ്ട്, ഇതെല്ലാം പകർത്തി നമുക്ക് നവ്യക്ക് അയച്ചു കൊടുത്താലോ. എന്നിട്ട് വീഡിയോസും ഫോട്ടോവും ഒക്കെ എടുക്കുന്നുണ്ട്. അവരുടെ അച്ഛനും അമ്മമാരും അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ച് തകരട്ടെ. ഇത് കണ്ടിട്ട് ആ കള്ളൻ ഗോവിന്ദന് അടുത്ത അറ്റാക്ക് ഉണ്ടാകട്ടെ. എന്നിട്ട് ആ ഫോട്ടോവും വീഡിയോസും ഒക്കെ നവ്യക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ജലജ. നവ്യ ആ വീഡിയോസൊക്കെ കണ്ട് അത് കനകയെയും ഗോവിന്ദനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് വിഷമിച്ച് നിൽക്കുന്ന അവരോട് നവ്യ പറയുന്നുണ്ട്, ഇങ്ങനെ വേദനിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല, കാര്യങ്ങൾ അവളോട് പറയേണ്ട രീതിയിൽ പറയണം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ പറയാഞ്ഞിട്ടാണോ മോളെ, അവൾ അവളുടെ ഭർത്താവിനെയാണ് ഞങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത്. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, ഇനി അവൾ അങ്ങനെ വിശ്വസിക്കുന്നത് അവളുടെ നാശത്തിനാണ്. അതിനിടയ്ക്ക് അബി പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞ് അവിടെ ചെന്നതിന് ശേഷം എൻ്റെ അമ്മയല്ലാതെ ആരെങ്കിലും നമ്മുടെ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടുണ്ടോ നവ്യെ? ഇവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നമ്മളൊക്കെ പുറംപോക്കാണോ എന്ന്. പണ്ടേ ഞാനും എൻ്റെ അമ്മയും പുറംപോക്കാ അവിടെ. അതിൻ്റെ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ പരിഗണിക്കാതെ ആദർശേട്ടൻ്റെ തെറ്റായ ബന്ധത്തിലുള്ള കുഞ്ഞിനെ എല്ലാവരും പരിഗണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കള്ളൻ അബി. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ആദർശ് ചന്തുമോളെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. ഇവിടെ കളിയും ചിരിയും ഒക്കെ ആണല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മേ നാളെ രാവിലെ ഞങ്ങളൊരു യാത്ര പോവുകയാണ്, മോളെയും കൊണ്ട് ഒന്ന് പുറത്തേക്കൊക്കെ പോകണമെന്ന് ആദർശേട്ടൻ പറയുന്നുണ്ട് എന്ന് നയന പറയുമ്പോൾ, എവിടെ ദൂരേക്കാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കുറച്ച് ദൂരേക്കാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, മഴയൊക്കെ ഉണ്ട്, അധികം ദൂരേക്കൊന്നും പോകണ്ട, ഇന്ന് മോള് ഞങ്ങളുടെ കൂടെ കിടക്കട്ടെ, ഇന്നത്തെ ഫംഗ്ഷൻ നന്നായി ആഘോഷിച്ചു, കുറച്ച് പേര് മാറി നിന്ന് തൊഴിച്ചാൽ. അപ്പോൾ നയന പറയുന്നുണ്ട്, മാറി നിന്നവരൊക്കെ മാറി നിന്നോട്ടെ, പക്ഷേ അവൻ അങ്ങനെ മാറി നിൽക്കരുതായിരുന്നു. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അവനൊന്നും മനുഷ്യത്വമില്ലാത്തവനാണ് മോളെ. അത് കേട്ട് അങ്ങനെ മനുഷ്യത്വമില്ലാത്തവനുമായിട്ടാണല്ലോ എൻ്റെ ചേച്ചി ജീവിക്കേണ്ടി വരുന്നത് എന്ന് ഓർത്താ എൻ്റെ സങ്കടം എന്ന് പറയുന്നുണ്ട് നയന. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്,
തെറ്റിദ്ധാരണയുടെ പുറത്താണ് നവ്യ ആദർശിനോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാലും അത് നിങ്ങൾ കാര്യമാക്കേണ്ട എന്നും പറഞ്ഞ് ചന്തു മോളെയും എടുത്ത് കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ജയൻ മോളെയും കാത്ത് നിൽക്കുന്നുണ്ട്. മോളെ കണ്ടത് മോളോട് ഓരോ കുശലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മോളെ സ്കൂളിൽ ചേർക്കേണ്ടതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്തു മോൾ അന്ന് ചെറിയ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.